RKPSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ്. ഒന്നാമത്തേത് ആൻറ്റിപയററ്റിക്സ് ആണ്. ആൻറ്റിപയററ്റിക്സ് ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ ആണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റിപയററ്റിക്സ്. എക്സാമ്പിൾ പാരസെറ്റമോൾ, ആസ്പിരിൻ, ഇതെല്ലാം എന്താണ് ആൻറ്റിപയററ്റിക്സ് ആണ്. രണ്ടാമത്തേത് അനാൽജസിസ് ആണ്. അത് ശരീരത്തിൻ്റെ വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് അനാൽജസിസ്. ഉദാഹരണം മോർഫിൻ, ആസ്പിരിൻ, ഇതൊക്കെ എന്താണ് അനാൽജസിസ് ആണ്. അടുത്തത് ആൻറ്റിബയോട്ടിക്സ് ആണ്. അണുബാധയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്സ്. ഉദാഹരണം പെനിസിലിൻ, അമോക്സിലിൻ, ആംബിസിലിൻ, ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സിന് ഉദാഹരണമാണ്. അടുത്തത് ആൻറ്റിസെപ്റ്റിക്. സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ബാഹ്യമായി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ശരീരത്തിനുള്ളിൽ അത് കഴിക്കാൻ പാടില്ല. സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ബാഹ്യമായിട്ടാണ്, ശരീരത്തിൻ്റെ പുറമേ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഉദാഹരണം ഡെറ്റോൾ, അയഡിൻ എന്നിവയൊക്കെയാണ് എക്സാമ്പിൾ. അടുത്തത് ആൻറ്റി ഹെൽമന്തിക് ആണ്. വിരശല്യത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റി ഹെൽമന്തിക്. ഉദാഹരണം ആൽബൻഡസോൾ ഒക്കെ ആണെങ്കിൽ എന്താണ് ആൻറ്റി ഹെൽമന്തിക്കിന് ഉദാഹരണമാണ്. അടുത്തത് ട്രാൻക്യുലൈസർ ആണ്. ട്രാൻക്യുലൈസർ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ട്രാൻക്യുലൈസർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ സെനാക്സ്, ബാർബറ്റ്യൂറിക് ആസിഡ്, ഇതൊക്കെയാണ് ട്രാൻക്യുലൈസറിന് എക്സാമ്പിൾ. അടുത്തത് അനസ്തെറ്റിക് ആണ്. മയക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് അനസ്തെറ്റിക്. ഉദാഹരണം ക്ലോറോഫോം, വിനൈൽ ഈതർ, ഇതൊക്കെ എന്താണ് അനസ്തെറ്റിക്കിന് ഉദാഹരണങ്ങളാണ്. താങ്ക് യു.